എല്ലാവർക്കും നമസ്കാരം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് AI-171-ൻ്റെ റിലേറ്റഡായിട്ട് മൂന്നാമത്തെ വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് ഗ്രൗണ്ടിൽ പ്ലെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ സാധാരണ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാണ് ഓക്സിലറി പവർ യൂണിറ്റ്. ഓക്സിലറി പവർ യൂണിറ്റ് എന്നാൽ ഒരു ഏതാണ്ട് മറ്റ് ഒരു ചെറിയ ഗ്യാസ് ടർബൈൻ എൻജിൻ തന്നെയാണ്. അത് ശരിക്കും എൻജിൻ്റെ ആബ്സെൻസിൽ ഉള്ള ഒരു ജനറേറ്റർ സിസ്റ്റവും ഇലക്ട്രിക്കൽ, ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്സ് 3 സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു എൻജിനാണ് ഓക്സിലറി പവർ യൂണിറ്റ്. പ്രസ് സെറ്റിങ്ങിന് അത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളത് മാത്രം. എന്താണ് ഓക്സിലറി പവർ യൂണിറ്റിൻ്റെ യൂസ്, എങ്ങനെ അത് 171-ൻ്റെ പ്രയോജനപ്പെടുമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഗ്ലോബലി എല്ലാ മേജർ എയർപോർട്ടുകളിലും ഗ്രൗണ്ട് യൂസ് ഓഫ് ഓക്സിലറി പവർ യൂണിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായ കാരണം എയർപോർട്ടുകളിലെ എയർ പൊല്യൂഷനാണ്. ഏതാണ്ട് 250 ലിറ്ററിൽ കൂടുതൽ ATF എയർക്രാഫ്റ്റ് ടർബൈൻ ഫ്യൂവൽ ഒരു APU ഒരു മണിക്കൂറിൽ ബേൺ ചെയ്യും. ഒരു എയർപോർട്ടിൽ 100 കണക്കിന് പ്ലെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും APU സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ വളരെ അധികമായിട്ട് കൂടും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ ഇൻ്റർനാഷണൽ മേജർ എയർപോർട്ടുകളിലും ഗ്രൗണ്ട് പവർ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഡ്രിവണാണ് അതെല്ലാം. എന്നാൽ ഇതിൻ്റെ ഗ്രൗണ്ടിലുള്ള പ്രവർത്തനം നടത്താത്തത് കൊണ്ട് എങ്ങനെ അത് എയർക്രാഫ്റ്റിനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ 787-ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഓക്സിലറി പവർ യൂണിറ്റിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ പവർ കൊണ്ട് ഇലക്ട്രിക്കൽ ഡ്രൈവ് മോട്ടറാണ് എൻജിൻ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓക്സിലറി പവർ യൂണിറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ എയർപോർട്ട് പൊല്യൂഷൻ. 2, ഫ്യൂവൽ കൺസംഷൻ. 250 ലിറ്റേഴ്സ് പെർ അവർ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നു. അതിൻ്റെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി എയർലൈൻസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് എൻജിൻ സ്റ്റാർട്ടിങ് കഴിഞ്ഞതിന് ശേഷം APU ഷട്ട് ഡൗൺ ചെയ്യും. അഹമ്മദാബാദിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. എന്നാൽ അത് കഴിഞ്ഞ് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് അഹമ്മദാബാദിൽ ഏതാണ്ട് 400 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ് അച്ചീവ് ചെയ്ത സമയത്തേക്ക് എൻജിൻ ഷട്ട് ഡൗൺ ആവുകയും ഓക്സിലറി പവർ യൂണിറ്റ് ഓൾറെഡി ഓഫാണ്. അതുകൊണ്ടാണ് കാമയോ ടർബൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അൾട്ടിമേറ്റ് എമർജൻസി പവർ ഹൈഡ്രോളിക്സ്, ഇലക്ട്രിക്കൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എന്നാൽ കാമയോ ടർബൈനെ പറ്റി നമ്മൾ അടുത്ത എപ്പിസോഡിൽ പ്രതിപാദിക്കാം. അതേസമയം ഓക്സിലറി പവർ യൂണിറ്റ് ഓഫ് ചെയ്യാതെ ഡിപ്പാർച്ചർ സമയത്തും ടേക്ക് ഓഫ് സമയത്തും ഇനിഷ്യൽ ക്ലൈംബ് സ്റ്റേറ്റിലും, അതായത് ഒരു സേഫ് ഓൾട്ടിറ്റ്യൂഡ് എത്തുന്നത് വരെ ഓക്സിലറി പവർ യൂണിറ്റ് ഓൺ ആൻഡ് ഓപ്പറേഷണൽ ആയിരുന്നു എങ്കിൽ 2 എൻജിൻ ലോസ് ചെയ്ത സമയത്ത് ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചിൻ്റെ ഫ്ലിപ്പ് കൊണ്ട് മാത്രം എയർക്രാഫ്റ്റിലെ ഇലക്ട്രിക്കലും ഹൈഡ്രോളിക്സും ന്യൂമാറ്റിക്സും 3 എസെൻഷ്യൽ പവർ സോഴ്സസും പൈലറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാമായിരുന്നു. അത് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഓക്സിലറി പവർ കാമയോ ടർബൈനിലേക്ക് എയർക്രാഫ്റ്റിൻ്റെ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പോയിട്ട് വന്നത്. ഓക്സിലറി പവർ യൂണിറ്റ് എല്ലാ എസെൻഷ്യൽ സർവീസുകളെയും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പൈലറ്റിന് കൂടുതൽ സമയം എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമുള്ള കൂടുതൽ ആയിട്ടുള്ള സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുമായിരുന്നു. അത് നിർഭാഗ്യവശാൽ ഓക്സിലറി പവർ യൂണിറ്റ് ഓഫ് ആയിരുന്നതുകൊണ്ട് അങ്ങനെയൊരു സംഭവം സപ്പോർട്ട് പൈലറ്റിന് കിട്ടിയില്ല. അതുകൊണ്ട് ഈ എയർപോർട്ടിലെ പൊല്യൂഷൻ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ എയർക്രാഫ്റ്റ് ഡിപ്പാർച്ചർ ചെയ്യുന്ന സമയത്തും ടേക്ക് ഓഫിന് ഇനിഷ്യൽ ക്ലൈംബ് ഫേസിലും സേഫ് ഓൾട്ടിറ്റ്യൂഡ് എത്തുന്നവരെ മാൻഡേറ്ററി ആയിട്ട് ഓക്സിലറി പവർ യൂണിറ്റ് റണ്ണ് ചെയ്യണം എന്ന് തന്നെയാണ് ഒരു റിക്വയർമെൻറ്റ്. അത് എല്ലാ റെഗുലേറ്റേഴ്സിനും എയർലൈൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ ഒരു സ്റ്റെപ്പ് കൂടി ഫോർവേഡായിരിക്കും. ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ചെയ്യുന്ന മിക്കവാറും എല്ലാ എയർപ്ലെയിനുകളിലും ഓക്സിലറി പവർ യൂണിറ്റ് മാൻഡേറ്ററി ആയിട്ട് സർവീസബിൾ ആയിരിക്കണം.
ഡൊമസ്റ്റിക്കലി ചിലപ്പോൾ അത് സർവീസബിൾ ആകണമെന്നില്ല. മിനിമം എക്യുപ്മെൻറ്റ് ലിസ്റ്റ് ചെയ്ത് വിടാവുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷനിൽ എസ്പെഷ്യലി ഓവർസീസ് ഫ്ലൈറ്റിലൊക്കെ EDT ഓയിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു യൂണിറ്റാണ് ഓക്സിലറി പവർ യൂണിറ്റ്. അതുകൊണ്ട് AI-171 ഓക്സിലറി പവർ യൂണിറ്റ് സർവീസബിൾ ആയിരുന്നു, പക്ഷേ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ ആക്സിഡൻറ്റിൻ്റെ കേസിൽ ഉണ്ടായിട്ടുണ്ട്. മാൻഡേറ്ററി ആയിട്ടും ഓക്സിലറി പവർ യൂണിറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ലോ ആയിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ റാമയോ ടർബൈനെ പറ്റി നമ്മൾ അതിൻ്റെ ലിങ്കും APUമായിട്ടുള്ളത് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഇതിൻ്റെ ഉപയോഗം പ്ലെയിനിൻ്റെ ടോട്ടൽ ഇലക്ട്രിക്കൽ ലോസ്, ഹൈഡ്രോളിക് ലോസ്, അതേ 2 എഞ്ചിനും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാമയോ ടർബൈൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ് ആകും. അഹമ്മദാബാദിൽ എന്താണ് സംഭവിച്ചത്?